നമസ്കാരം. മലയാളി ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിലവിലെ ലോക ഫുട്ബോൾ ജേതാക്കന്മാരായ അർജന്റീന കേരളത്തിൽ കളിക്കാൻ എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അടുത്ത വർഷം കേരളത്തിലെത്തുന്ന അർജന്റീന ടീം 2 മത്സരങ്ങൾ കേരളത്തിൽ കളിക്കും എന്നാണ് സൂചനകൾ. വരും മണിക്കൂറുകളിൽ ഈ ഒരു കാര്യത്തിൽ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചനകൾ. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് വലിയ ആവേശം സമ്മാനിക്കുന്ന വാർത്ത തന്നെയാണ് ഇത്. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ കേരളത്തിലേക്ക് കളിക്കാൻ എത്തിക്കാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ കഠിന ശ്രമം നടക്കുന്നുണ്ട്. ഈ വർഷം ജനുവരിയിൽ ഇത് സംബന്ധിച്ച് ചില സുപ്രധാന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റുകളും വന്നിരുന്നില്ല. ഇതിനിടെയാണ് 2025 അർജന്റീന കേരളത്തിൽ കളിക്കാൻ എത്തുമെന്ന കാര്യം ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത്. 2 മത്സരങ്ങളാകും അർജന്റീന കേരളത്തിൽ പ്രധാനമായും കളിക്കുക. ഈ മത്സരങ്ങൾക്ക് കൊച്ചിയും തിരുവനന്തപുരവും വേദിയായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിൽ അർജന്റീനയുടെ എതിരാളികൾ ആരായിരിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. എന്നാൽ ഫിഫ റാങ്കിങ്ങിൽ മുന്നിലുള്ള ഏതെങ്കിലും ഏഷ്യൻ ടീമുകൾ തന്നെയാകും മെസ്സിപ്പടയുടെ എതിരാളികൾ എന്നാണ് കരുതപ്പെടുന്നത്. ഇക്കാര്യങ്ങളിൽ എല്ലാം വരും ദിവസം തന്നെ അധികൃതർ വ്യക്തത വരുത്തും എന്നാണ് സൂചന. അർജന്റീനയെ കേരളത്തിൽ കളിക്കാൻ എത്തിക്കുന്നതിന് ഭീമമായ ചെലവാണ് വേണ്ടിവരുന്നത്. ഇത് പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താനാണ് അധികൃതരുടെ പദ്ധതി. അർജന്റീന ടീമിനൊപ്പം ക്യാപ്റ്റനും ഇതിഹാസ താരവുമായ ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരുമോ എന്ന കാര്യത്തിലും ഇപ്പോൾ ഉറപ്പൊന്നും പറയാറായിട്ടില്ല. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആകും ഇക്കാര്യത്തിലെ അവസാന വാക്ക്. എന്നാൽ മെസ്സി കേരളത്തിൽ കളിക്കാൻ എത്തിയാൽ ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികൾക്ക് അത് വലിയൊരു സംഭവം തന്നെ, ഒരു ചരിത്ര സംഭവം തന്നെയായിരിക്കുമെന്ന് കണക്കാക്കാം. അതേസമയം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തൊട്ടതെല്ലാം പൊന്നാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അർജന്റീന ഫുട്ബോൾ ടീം. 2021 കോപ്പ അമേരിക്കയിൽ വിജയിച്ചതിന് ശേഷം പിന്നീട് അർജന്റീനയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കോപ്പയ്ക്ക് ശേഷം യൂറോ ചാമ്പ്യന്മാരുമായി നടന്ന ഫൈനൽ സെമിയിലും അർജന്റീന ടീം കിരീടം നേടിയിരുന്നു. തുടർന്നായിരുന്നു ഖത്തർ ലോകകപ്പിലെ സുവർണ കുതിപ്പ്. ആദ്യ കളിയിൽ സൗദി അറേബ്യയുടെ തോറ്റതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ മെസ്സി പട നടത്തിയ കുതിപ്പ് കിരീട നേട്ടത്തിലായിരുന്നു അവസാനിച്ചത്. ഫൈനലിൽ ഫ്രാൻസിനെയായിരുന്നു മെസ്സിയും സംഘവും വീഴ്ത്തിയത്. ലോകകപ്പ് നേട്ടത്തിന് ശേഷവും മിന്നും ഫോം തുടർന്ന അർജന്റീന ഈ വർഷം നടന്ന കോപ്പ അമേരിക്കയിലും കിരീടം ചൂടുകയും ചെയ്തു. ഇതോടെ തുടർച്ചയായ 2 കോപ്പ കിരീടങ്ങളും അവർക്ക് സ്വന്തമാവുകയായിരുന്നു. 2026 ലോകകപ്പ് യോഗ്യതാ റൗണ്ട് മത്സരങ്ങളിലും മികച്ച ഫോമിലുള്ള അർജന്റീന നിലവിൽ പോയിന്റ് പട്ടികയിൽ 1ാമത് തന്നെയുണ്ട്. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇക്കുറി 11 മത്സരങ്ങൾ കഴിയുമ്പോൾ 7 ജയവും 1 തോൽവിയും 1 സമനിലയും അടക്കം 22 പോയിന്റോടെയാണ് അർജന്റീന 1ാമത് നിൽക്കുന്നത്.